വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മിനിമൽ സ്കിൻ കെയർ ടു മേക്കപ്പ് ലുക്ക്. അതായത് സ്കിൻ കെയർ മുതൽ മേക്കപ്പ് കഴിയുന്നവരെ ഒരു മിനിമൽ ആയിട്ടുള്ള കുറച്ച് അഫോർഡബിൾ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈബ കോസ്മെറ്റിക്സിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. ഇതിൽ ഹൈലറോണിക് ആസിഡ് പ്ലസ് ജെൻറ്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ബീഡ്സ് ആൻഡ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഫേസ് വാഷിൽ കണ്ടോ ഇങ്ങനെ ചെറിയ ബീഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. സോ ഫേസൊക്കെ നമ്മൾ വാഷ് ചെയ്തു. ഇത് നന്നായിട്ട് തുടയ്ക്കണം. നന്നായിട്ട് ഇങ്ങനെ തുടയ്ക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ തുടയ്ക്കുന്നത് ഞാൻ മേക്കപ്പ് ഇട്ടെന്ന് നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ തുടയ്ക്കുന്നത്. സോ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഇത് വാഷ് ചെയ്തപ്പോൾ പോയി. കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രോക്ക് ക്രീമാണ്. ഇത് ഫേസിന് നല്ല ഗ്ലോ തരും. ഇലുമിനേറ്റിംഗ് പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസറും കൂടാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു സ്ട്രോക്ക് ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചെടുത്താൽ മതി. അത്രയും വളരെ കുറച്ചെടുത്താൽ മതി. വീഗൻ പ്രോഡക്റ്റ്സ് ആണ് ഇവരുടെ എല്ലാ പ്രോഡക്ട്സും വരുന്നത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഗ്ലോ വേണം എന്ന് തോന്നുന്ന ഒരു ഭാഗത്ത് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ മിറർ എടുത്തിട്ടില്ല. സോ നമുക്ക് മിറർ എടുത്തിട്ട് വരാം. മിറർ കിട്ടി. ഈ സോയും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എന്ന് പറയുന്നത് എനിക്ക് അറിയാണ്ട് വന്നു. ഞാൻ ഓവറാക്കാൻ വേണ്ടി വീഡിയോയിൽ കൊണ്ടുപോയിട്ടിരുന്നതല്ല, എനിക്ക് അത് വന്നു പോകുന്നതാണ്. സോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനത് കട്ട് ചെയ്യാൻ മാക്സിമം നോക്കലുണ്ട്. പറ്റാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ ക്ഷമിക്കണം. ഞാൻ ഓവറാക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യമായിട്ടും. അപ്പോൾ അടുത്തത് ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവർ 2 ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. ഒന്ന് ഇൻവിസിബിൾ SPF 50 PA++++ സൺസ്ക്രീൻ പ്ലസ് ബ്രോഡ് സ്പെക്ട്രം UVA UVB PA ഇത്രയും കാര്യങ്ങൾ വരുന്ന സൺസ്ക്രീനാണ്. അതേപോലെ നോൺ ഗ്രേസി ജെൽ മാറ്റി ഫിനിഷ്, നോ വൈറ്റ് കാസ്റ്റ്. സെക്കൻഡ് വന്നിട്ട് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് SPF 60 വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പോരാഞ്ഞിട്ട് ബ്രൈറ്റ് ഗ്ലോ ടിൻറ്റഡ് സൺസ്ക്രീൻ സീറം വൈറ്റമിൻ സി പ്ലസ് ഹൈലറോണിക് ആസിഡ് ആണ്. 2-in-1 മേക്കപ്പ് സ്കിൻ കെയർ ഇൻവിസിബിൾ ന്യൂട്രൽ ഫിനിഷ് സൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് 2 സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട്. സോ ഒരു ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ഇടുമ്പം നല്ല രസമുണ്ട് കാണാനും. ഇടുന്ന ടൈമിൽ ഒരുവിധം സൺസ്ക്രീൻസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഐ തിങ്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരേണ്ടി വരും. ഇതിൽ പറഞ്ഞപ്പോൾ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റനാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മുഖത്തിനുള്ളിലോട്ടാണോ തുടച്ച് കളയുന്നത്, അത് പുറത്തൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് എനിക്ക് ചെറിയ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇതിങ്ങനെ തുടച്ച് റെഡിയാക്കുന്ന ടൈമിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കാൻ ഞാൻ എഗെയിൻ മറന്നു പോകുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്കിൻ കെയർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി മേക്കപ്പ് പ്രോഡക്റ്റ്സിലേക്ക് പോകാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ.
ഒരു 2-3 മിനിറ്റോ ഒക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം 1 മിനിറ്റേലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ വേറെ മേക്കപ്പ് പ്രോഡക്ട്സിലേക്ക് പോകാനായിട്ട്. കാരണം സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒന്ന് അബ്സോർബ് ആവാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് മേലെ ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. എങ്ങനെ എന്താണെങ്കിലും രാവിലെ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുന്ന ടൈമിൽ തിരക്കിട്ട് മോയ്സ്ചറൈസർ ഇട്ട് അതിന് നേരെ മേലെ ലൈക്ക് ഇങ്ങനെ ലെയറായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് മാത്രം അടുത്ത പ്രൊഡക്റ്റ് സ്കിൻ കെയർ ആയിട്ട് മേക്കപ്പിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മുഖത്ത് മാറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ തന്നെ പ്രൈമർ യൂസ് ചെയ്യാം. ഫോട്ടോ പെർഫെക്റ്റ് HD പ്രൈമറാണ്. ഈ പ്രൈമർ ബേസിക്കലി എൻ്റെ കയ്യിൽ വേറെ ഒന്നും കൂടെ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ എൻ്റെ മറവി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ മേക്കപ്പ് വെച്ച് കൊണ്ടിട്ട് കോഴിക്കോട് ഒരു ഷോപ്പിൽ വെച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ആ പ്രൈമർ ഉള്ളത്. ഇല്ലെങ്കിൽ എന്തായാലും കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമറാണത്. ഈ ഒരു റേറ്റിൽ ഇത് അടിപൊളിയാണ്. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഈ ഒരു പ്രൈമർ. ഇത് പോർസൊക്കെ എൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം പോർസ് ഉണ്ട്. ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ട് അതൊക്കെ എനിക്ക് ഇതിൽ കവറായി പോയത്. ഭയങ്കര സ്മൂത്താക്കും ഇത് ബാക്കി മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇടാനായിട്ട്. ഇത് കുറച്ച് എടുക്കുന്നുണ്ട് പ്രൈമർ. നമുക്കിത് ഫേസിൽ മുഴുവൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ എടുക്കാൻ പോകണം. ആദ്യം ഇത് നല്ലപോലെ ഷേക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇത് SPF 16 ആണ്. അപ്പോൾ പുറത്ത് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടെ കിട്ടും. പ്ലസ് നമുക്കൊരു ടിൻറ്റഡ് ഫീലാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആഫ്റ്റർ ഞാൻ ഈ ഒരു കൺസീലറാണ് ഇടുന്നത്. ഇവർ തന്നെ ഇബ കോസ്മെറ്റിക്സിൻ്റെ മസ്റ്റ് ഹാവ് വാട്ടർ പ്രൂഫ് കൺസീലറാണ്. ഇപ്പോൾ ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അഫോർഡബിൾ റേറ്റുമാണ്. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. മിനിമൽ മേക്കപ്പ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. പാടുള്ള ഏരിയാസിൽ മാത്രം ജസ്റ്റ് ഈ കൺസീലർ യൂസ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ ലൈക്ക് കൺസീലർ യൂസ് ചെയ്യുന്ന ടൈമിൽ 1 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമേ അതൊന്ന് എന്താ പറയുക അവിടെ നിന്ന് സെറ്റ് ആവുള്ളൂ. എന്നിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. കൈ യൂസ് ചെയ്തിട്ടാണ് പല ടൈമിലും ബ്ലെൻഡ് ചെയ്യൽ. ചിലപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യും. ബ്രഷ് യൂസ് ചെയ്യലില്ല. പക്ഷേ ബ്രഷ് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടി കഴിയട്ടെ. ഇപ്പം എന്തായാലും വേണ്ട. കൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമുക്കിത് കൈ യൂസ് ചെയ്തിട്ട് മെല്ലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ മേലെ നമുക്കൊരു ബ്ലെൻഡ് ചെയ്തു. ഈ ടിൻഡർ ഇട്ട ടൈമിൽ തന്നെ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഇത് വേറെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അത് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ടിൻഡർ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഒരു വെള്ളപ്പാണ്ട് ഒരു ലുക്ക് ഉണ്ട്. ഇത് ഞാൻ മാറ്റിത്തരാം. ഓക്കെ, യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്നെ മസ്റ്റ് ഹാവ് റേഞ്ചിൽ വരുന്ന ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ആണ്. വെളുത്തു. സോ ഈ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐസ് ജസ്റ്റ് ഐ ഷാഡോ പോലെ ഇടാം. ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട്
ആൻഡ് ഓൾസോ നമുക്കിത് മൂക്കിലും അതേപോലെ തന്നെ ഈ നമ്മളെ ഫേസിൻ്റെ ഷേപ്പ് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വേണം ബ്ലഷ് ഇടുന്ന ടൈമിൽ ഇടാനായിട്ട്, ഇല്ലെങ്കിൽ ഫേസിൻ്റെ ഷേപ്പ് ആകെ മാറിപ്പോവും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അതിനിടയിൽ വിടാവും. ഇപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇട്ടാലേ ലൈക്ക് നന്നാവുള്ളൂ, രസം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇടൽ. ഇതും ഞാൻ ഇവരുടെ അടുത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഫേസിന് നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, നല്ല ചൂടുമുണ്ട്. സോ ഫൈനലി ഞാൻ ഈ ഒരു ഇബ കോസ്മെറ്റിക്സിൻ്റെ മസ്കാരാണിത്. ബ്ലാക്ക് ആൻഡ് ബോൾഡ്, എൻ്റെ നാവിന് എന്തോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ബോൾഡ് 24 hour HD മസ്കാര. കണ്ണിൻ്റെ മേലെ ജസ്റ്റ് യൂസ് ചെയ്യാം. മേലെ മാത്രം പോലെ താഴെയും. പിന്നെ ഞാൻ ഈ ഒരു ഐബ്രോസ് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഞാനിത് യൂസ് ചെയ്യാണ്. ലിപ്സ്റ്റിക്ക്. സോ ലിപ്സ്റ്റിക്ക് മസ്റ്റ് ഹാവിൽ വരുന്നതല്ല, മാക്ടി ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ബ്ലേസ്ഫുൾ മോക്ക. ഈ ഒരു ഷെയ്ഡാണ്, നല്ല അടിപൊളി പീച്ചി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. സോ ഇത് നമുക്ക് നോക്കാം. ഞാൻ ഇട്ട ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, നമുക്ക് തുടച്ച് കളയാം. ലിപ്സ്റ്റിക്ക് നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. സോ then നമുക്കിത് അപ്ലൈ ചെയ്യാം. സൈഡിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ തുടച്ച് കളഞ്ഞിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അടിപൊളി പിങ്ക് ഷെയ്ഡാണ്. സത്യം പറയുക ഭയങ്കര ഇഷ്ടമായി. സോ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ എവിടെയൊക്കെ പോയത് എനിക്കറിയില്ല, മിസ്സായി പോയതാണ്. സോ ഇതാണ് നമ്മളെ ഫൈനൽ മേക്കപ്പ് ലുക്ക് വരുന്നത്. ഇത്രയും കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ലൈക്ക് ഞാൻ കണ്ണ് എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ചീക്കിൻ്റെ വെച്ചിട്ട് ഫുൾ നമ്മൾ ബ്ലഷ് ആക്കി ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിട്ട്. സോ ഇത്രയും കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഹാപ്പി ഷോപ്പിംഗ്. ബൈ. സോ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിട്ട്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ആൻഡ് ഐ. ഓക്കെ, പട്ടിഷ. സോറി. ബൈ ബൈ.